ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിത് കാണുന്നത് ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ്. അതായത് ഫാറ്റ് ലിവർ, PCOD, വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വേണ്ടി, ഫീഡിങ് മദേഴ്സിന് പാല് കൂട്ടാൻ, വയറ്റിലുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലം, മുട്ടിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട്, ഈ ഫാറ്റ് ലിവറൊക്കെ പോലെ മുട്ടിലൊക്കെ ഫാറ്റ് ലിവറൊക്കെ വന്നിട്ട് മുട്ടിലൊക്കെ എന്തായിരുന്നു ഫ്ലൂയിഡൊക്കെ കെട്ടി നിൽക്കുന്ന അവസ്ഥയില്ലേ, അതൊക്കെ മാറ്റാൻ ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇത്. ഞാനിത് എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. കാര്യം എനിക്കൊരു 3 മാസമൊക്കെ, അതായത് ഡെലിവറി കഴിഞ്ഞ് 3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞിന് കൊടുത്തിരുന്ന പാല് ചെറുതായിട്ട് കുറഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ ഈ ഡ്രിങ്ക് കുടിച്ചു. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുമാത്രമല്ല, നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഗ്രേഡ് 1 വന്നിട്ട് എനിക്ക് ഈ മുട്ടിൽ ചെറുതായിട്ട് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനും ഒക്കെ എന്നെ വളരെ സഹായിച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കണ്ട 4 ഐറ്റംസ് മാത്രം മതി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലെ ഡൈജഷനും നമ്മുടെ ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇഞ്ചി അതുമാത്രമല്ല, PCOD ഉള്ള സ്ത്രീകൾക്ക് എന്തായിരുന്നു അവരുടെ ഹോർമോൺ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇഞ്ചി. അതുമാത്രം ഈ ഇഞ്ചി ഡ്രിങ്ക് ഡെയിലി കുടിക്കുന്നതിലൂടെ പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്തുള്ള ഹെവി പെയിൻ അതൊക്കെ വളരെയധികം കുറയ്ക്കാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളിത് ഫസ്റ്റ് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആദ്യത്തെ പീരിയഡ്സ് തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അത്രയ്ക്ക് ഹെൽപ്ഫുള്ളാണ് ഇഞ്ചി. പിന്നെ വന്നിട്ടുള്ളത് മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ, ഫാറ്റ് അലിയിച്ച് കളയാൻ, നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പച്ചമഞ്ഞൾ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള മഞ്ഞൾപ്പൊടി അതൊന്നും യൂസ് ചെയ്യരുത്. വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പച്ചമഞ്ഞൾ തന്നെ എടുക്കണം. പിന്നെ വന്നിട്ടുള്ളത് അയമോദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആഫ്റ്റർ ഡെലിവറി സ്ത്രീകൾക്ക് പാല് കൂട്ടാനൊക്കെ, അതുപോലെ പാല് കൂട്ടാനും അവരുടെ വയറ്റിലെ ഗ്യാസ് കുറയ്ക്കാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് അയമോദകം. ഫാറ്റ് ലിവറിനൊക്കെ വളരെ ബെസ്റ്റാണ്. നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ് അയമോദകം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെമൺ ആണ്. വിറ്റാമിൻ സി നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാനും നമുക്ക് ഓവറായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസി അതൊക്കെ കുറയ്ക്കാനൊക്കെ ലെമൺ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മളെ. പക്ഷേ ആസിഡിറ്റി ഉള്ളവർക്ക് പറ്റില്ല. അങ്ങനെയുള്ളവരിത് സ്കിപ്പ് ചെയ്യാതെ നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇപ്പം ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. നല്ലപോലെ ഞെരടി കഴുകി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അതായത് അതിൻ്റെ നീര് പുറത്തേക്ക് പോവാതെ, ചതച്ച് നീര് പുറത്തോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് മഞ്ഞളും അതുപോലെ തന്നെ ചതച്ചെടുക്കണം. അയമോദകം ചതയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഞാനിപ്പോൾ ഈ കപ്പ് എടുത്തേക്കുന്നുണ്ട്. ഈ കപ്പിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് വെള്ളത്തിലേക്ക് നമുക്കിത് 3ഉം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചി, മഞ്ഞൾ, അയമോദകം ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് 1 കപ്പ് ആവുന്ന വരെ നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് എടുക്കണം. നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ച്, അതായത് 1 കപ്പ് ആവുന്ന വരെ, അതായത് നിങ്ങളിപ്പോൾ ഏത് ഗ്ലാസ്സിനാണോ അല്ലെങ്കിൽ ഏത് കപ്പിനാണോ വെള്ളം അളന്നെടുക്കുന്നത് അതിന് 2 കപ്പ് വെള്ളം എടുത്തിട്ട് അത് 1 കപ്പ് ആവുന്ന വരെ നിങ്ങൾ ഇത് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിയാവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനി നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ പറ്റി വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പോവാം. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ 79 kg ആയിരുന്നു വെയിറ്റ്. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 62 ആണ്. എൻ്റെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ ഈ ശരീരത്തിൽ ചില പ്രഗ്നൻസി എല്ലാവർക്കും ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ഈ ശരീരത്തിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് കറുത്ത മെലാസ്മ പോലുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ കഴുത്തിലും മുഖത്തും ശരീരത്തിൽ പല ഭാഗങ്ങളും അങ്ങനെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അത് നല്ല പോലെ റെഡ്യൂസ് ചെയ്യും
ഈ ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ വളരെയധികം മാറ്റം നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫാറ്റ് ലിവർ ഉള്ളവർക്കായാലും നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ അറിയാൻ പറ്റും. ഗ്യാസ് വയറ്റിൽ വളരെയധികം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ വയറ്റിലെ ഗ്യാസിൻ്റെ പ്രോബ്ലം വളരെയധികം മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല പോലെ അതിന് വ്യത്യാസം ഉണ്ടാവും. അത്ര സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. പിന്നെ ഞാനൊരു ഹെൽത്ത് എക്സ്പെർട്ട് ഒന്നും അല്ല, ഞാനിത് എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ച് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക. ഇപ്പം ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പം നിങ്ങൾക്കത് പറ്റിയില്ലെന്ന് വരാം. അപ്പം അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം ഇതൊക്കെ കുടിക്കുക. പിന്നെ ഫീഡ് ചെയ്യുന്ന മദേഴ്സിനൊക്കെ കണ്ണടച്ച് കുടിക്കാം. കാര്യം ഇത് ഇഞ്ചി, മഞ്ഞൾ, അയമോദകം ഇതൊക്കെ നമ്മളൊക്കെ ഫാറ്റ് അല്ല നമ്മുടെ പാലിൻ്റെ അളവ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഡെയിലി 2 ടൈംസ് വീതം ഈ ഡ്രിങ്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ഇങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂസ് കുടിക്കുക. അതിനുശേഷം മഞ്ഞളിൻ്റെ അളവ്, മഞ്ഞൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം ആഡ് ചെയ്താൽ മതി. മഞ്ഞൾ ഓവറായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നമുക്ക് കഴുകണം. ആ മിതമായ അളവിലാണെങ്കിൽ നല്ലതാണ്. ഓവറാവാൻ ഡോസ് കൂടാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ കൂടുതൽ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെ അളവൊക്കെ കൂടുതലാക്കിയിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ എടുക്കുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഓവറായിട്ട് എടുക്കരുത്. എല്ലാം മിതമായ അളവിൽ തന്നെ എടുക്കുക. അതിനനുസരിച്ച് കുടിക്കുക. ഈ ഡ്രിങ്കിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ടുള്ള ഡയറ്റും കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കേണ്ടവർക്കും ഫാറ്റ് ലിവർ കുറയത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും ഒക്കെ ഉറപ്പായിട്ടും ഇത് പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഓവറായിട്ടുള്ള എണ്ണയുടെ യൂസും ജങ്ക് ഫുഡും ഒക്കെ വളരെയധികം കുറയ്ക്കുക. ഇപ്പം കണ്ടോ നമ്മുടെ ഡ്രിങ്ക് പറ്റി ഒരു ഗ്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിക്കാം. ഇതിപ്പോൾ കുറച്ച് സമയം തണുത്ത് വെയിറ്റ് ചെയ്ത് 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പം നിങ്ങളെ കാണിക്കാനുള്ള ധൃതി കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കുവാണ്. ഇപ്പം ഇത് ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. അരിച്ചൊഴിച്ചിട്ട് ചെറു ചൂടോടെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ചെറു ചൂടോടെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വെറും വയറ്റിലും പിന്നെ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്നതിന് മുമ്പും കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അത് മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാണ്. അതുമാത്രമല്ല PCOD, ഫാറ്റ് ലിവർ, ബ്ലോട്ടിംഗ് പ്രോബ്ലം, ഗ്യാസ്, ഫീഡിങ് മദേഴ്സ്, കുഞ്ഞുങ്ങളുണ്ടായിട്ട് പാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന അമ്മമാർക്ക് ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക. ഒത്തിരി കഷ്ടപ്പാടൊന്നും ഉള്ള കാര്യമല്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.